അപ്പോൾ ഏതായാലും മോർണിംഗ് വോക്കിന് ശേഷം സ്ഥാനാർത്ഥിയെ കുറച്ച് നേരത്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സർ വീണ്ടും സ്വാഗതം. ഇനി പ്രചാരണം അല്ലെങ്കിൽ ഇലക്ഷനായിട്ട് വെറും ഒരാഴ്ച മാത്രം അവശേഷിക്കുകയാണ്. എന്താണ് ഇപ്പം മനസ്സിലൂടെ പോകുന്നത്? കഴക്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ, ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള അവസരം ഉണ്ടാവണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനും അവരുടെ പിന്തുണ കിട്ടാനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. സാറിന്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ഒരു ടെൻഷൻ കടന്നു പോകുന്നുണ്ടോ ഈ ഒരു സമയത്ത്? ഒരു ടെൻഷനും ഇല്ല. കാരണം എനിക്ക് വിജയത്തെക്കുറിച്ച് 100% ഇതുള്ളതുകൊണ്ട്, ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. പിന്നെ ജനങ്ങൾ എന്നെ അറിയുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 2018 തൊട്ട് ഞാൻ MP ആയിരുന്നു, അത് കഴിഞ്ഞ് മിനിസ്റ്ററായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. 2016 ഞാൻ ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസ് തന്നെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം 7,000-8,000 വോട്ട് ഉണ്ടായിരുന്ന BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ 43,000 അതിനുശേഷം ഞാൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കഴക്കൂട്ടത്ത് വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത് 5 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, 5 വർഷക്കാലം കൊണ്ട് എനിക്ക് എന്തൊക്കെ സാധിക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഞാൻ കഴക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല.